വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ആൻസിലറി സർവീസസ് ഓർ സബ്സിഡിയറി ഫങ്ഷൻസ് ആണ്. നമ്മൾ ഓൾറെഡി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രൈമറി ഫങ്ഷൻസ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? പ്രൈമറി ഫങ്ഷൻസിൽ വരുന്നത് എന്തൊക്കെയാണ്? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് ഓഫ് ഫണ്ട്സും ആണ് അല്ലേ? ഇനി ഇപ്പോൾ സെക്കൻഡറി ഫങ്ഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ വരുന്നത് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആൻസിലറി സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. The term ancillary services describes any services offered by the banks that are not payment services, lending or deposit facilities. എന്താ പറയുന്നത്? ആൻസിലറി സർവീസസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണെന്നാണ് പറയുന്നത്. ഇതൊരു പേയ്മെൻറ്റ് സർവീസ് അല്ലെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റും ലെൻഡിങ്ങും നമ്മൾ പറഞ്ഞു പ്രൈമറി ഫങ്ഷൻസ് ആണെന്ന് പറഞ്ഞു. അതിൽ ഇൻക്ലൂഡ് അല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റും ലെൻഡിങ്ങും അല്ലാതെ വരുന്ന സർവീസസ് എല്ലാമാണ് എന്തിൽ വരുന്നത്? ആൻസിലറി സർവീസസിൽ വരുന്നത്. ഇൻ അഡീഷൻ ടു ദ പ്രൈമറി ഫങ്ഷൻസ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പെർഫോം വേരിയസ് അതർ സെക്കൻഡറി ഫങ്ഷൻസ് സച്ച് ആസ് ഏജൻസി സർവീസസ് ആൻഡ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. എന്താ പറയുന്നത്? സെക്കൻഡറി ഫങ്ഷൻസിൽ വരുന്നതാണ് എന്തൊക്കെ? ഏജൻസി സർവീസസും ജനറൽ യൂട്ടിലിറ്റി സർവീസസും. ഓക്കെ. ഇനി നമുക്കൊരു ഏജന്റ് ആരാണെന്ന് നോക്കാം. ഓക്കെ. ഏജന്റ് എന്ന് പറഞ്ഞാൽ ഏജന്റ് ഈസ് എ പേഴ്സൺ ഹു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പാൾ. എന്താ പറയുന്നത്? പ്രിൻസിപ്പാളിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണോ അദ്ദേഹത്തെ നമുക്ക് എന്ത് പറയാം? ഏജന്റ് എന്ന് പറയാം. ഓക്കെ. ഏജന്റ് ഈസ് എ പേഴ്സൺ ഹു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പാൾ. ഓൺ whose behalf an agent acts is called a principal. എന്താ പറയുന്നത്? പ്രിൻസിപ്പാളിന് വേണ്ടി ഏജൻ്റായിട്ട് ആർക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തെ നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പാൾ എന്ന് വിളിക്കാം അല്ലേ? ഓൺ whose behalf an agent acts is called a principal. ഓക്കെ. ഏജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പാളിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണോ അദ്ദേഹത്തെ നമുക്ക് ഏജന്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഏജന്റ് ആർക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തെ പ്രിൻസിപ്പാൾ എന്നും പറയാം. ഓക്കെ. കൊമേഴ്ഷ്യൽ ബാങ്ക് സംടൈംസ് ആക്ട് ആസ് ഏജന്റ് ഓൺ ബിഹാഫ് ഓഫ് ഹിസ് കസ്റ്റമർ. എന്താ പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് ചില ടൈമിൽ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആരുടെ ഏജന്റായിട്ട്? കസ്റ്റമേഴ്സിന്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പം ഇവിടെ പറഞ്ഞു കൊമേഴ്ഷ്യൽ ബാങ്ക് ഏജന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുമ്പം ബാങ്കർ ആരാണ്? ഏജന്റ് ആണ് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഏജന്റ് പ്രവർത്തിക്കുന്ന ആളെ നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പാൾ എന്ന് പറയാം. അപ്പം ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ഏജന്റ് പ്രിൻസിപ്പാൾ. ബാങ്കർ എന്ന് പറയുന്നത് ഏജന്റും കസ്റ്റമർ എന്ന് പറയുന്നത് പ്രിൻസിപ്പാൾ എന്നും പറയാം. ഓക്കെ. ഇത്രയും ഓക്കെ അല്ലേ? The agency services provided by banks include. ബാങ്ക് കൊടുക്കുന്ന ഏജൻസി സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. കളക്ഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻക്ലൂഡിങ്. കളക്ഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് കണ്ടാൽ ആരെ കൊടുക്കണം? അതൊരു ഏജൻസി സർവീസസ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. ഇനി പേയ്മെൻറ്റ് ആൻഡ് കളക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമർക്ക് വേണ്ടി ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും കളക്റ്റും ചെയ്യുവാണെങ്കിൽ അതും എന്താണ്? ഏജൻസി സർവീസസ് ആണ്. പേയ്മെൻറ്റ് ആൻഡ് കളക്ഷൻ ഓഫ് ഡിവിഡൻഡ് ഫോർ ദ കസ്റ്റമർ. ഡിവിഡൻഡ് കളക്ട് ചെയ്യുകയും പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യുകയാണ് കസ്റ്റമർക്ക് വേണ്ടിയാണെങ്കിൽ അതെന്താണ്? ഏജൻസി സർവീസസ് ആണ്. ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, കസ്റ്റമർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏജൻസി സർവീസസ് ആയിരിക്കും കേട്ടോ. ഇനി എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ലൈക്ക് പേയിങ് ഇൻഷുറൻസ് പ്രീമിയം, റെന്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് ടു certain persons or institutions on certain date. എന്താ പറയുന്നത്? എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് എന്ന് കണ്ടാലും എന്ത് കൊടുക്കുക? ഏജൻസി സർവീസ് എന്ന് കൊടുക്കുക കേട്ടോ. അപ്പം ഇതിൽ ഏജൻസി സർവീസ് ആയതേത് അല്ലെങ്കിൽ അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം തരാം. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ടി വരും. എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് എന്താണെന്ന് ചോദിക്കാം. ഇതൊരു ഏജൻസി സർവീസ് ആണ്. ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നതും റെന്റ് അടയ്ക്കുന്നതും ഒക്കെ എന്തിൽ വരും? ഏജൻസി സർവീസിൽ വരും. ഇനി പേയ്മെൻറ്റ് ഓഫ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ടു ക്ലബ്ബ്, ലൈബ്രറീസ് ആൻഡ് പ്രൊഫഷണൽ അസോസിയേഷൻ ഫോർ ദ കസ്റ്റമർ. കസ്റ്റമർക്ക് വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് എടുക്കുക ക്ലബിലും
ലൈബ്രറീസിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ അസോസിയേഷനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അതും എന്തിൽ വരും? അതിൻ്റെയൊക്കെ പേയ്മെൻറ്റും ഏജൻസി സർവീസസിൽ വരും കേട്ടോ. ആക്ട് ആസ് കറസ്പോണ്ടൻറ്റ് ഓർ റെപ്രസെൻറ്റേറ്റീവ് ഫോർ their കസ്റ്റമർ. കസ്റ്റമർക്ക് വേണ്ടിയിട്ട് കറസ്പോണ്ടൻ്റ് ആയിട്ടും റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട്? ബാങ്ക് ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണി അല്ലാതെ ബാങ്ക് ചെയ്യുന്ന സർവീസസ് ആണല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏജൻസി സർവീസാണിത്. കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വരെ ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി പർച്ചേസ് ആൻഡ് സെൽ ഫോറിൻ എക്സ്ചേഞ്ച് ഫോർ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫോറിൻ എക്സ്ചേഞ്ച് പർച്ചേസും ചെയ്യുന്നുണ്ട്, സെയിലും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഫോർ ഹിസ് കസ്റ്റമർ ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ എന്ന് കണ്ടാൽ ഏജൻസി സർവീസസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഫോർ ഹിസ് കസ്റ്റമർ എന്ന് കണ്ടാൽ ഏജൻസി സർവീസസിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം നോക്കി പോണേ. ആക്ട് ആസ് ഏജന്റ് ഫോർ എനി ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി എക്സെട്ര. ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റ് ആയിട്ടും ലോക്കൽ അതോറിറ്റീൻ്റെ ഏജൻ്റ് ആയിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട്? കൊമേഴ്ഷ്യൽ ബാങ്ക് ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ബാങ്ക് വിൽ മേക്ക് ആപ്ലിക്കേഷൻ ഓൺ ബിഹാഫ് ഓഫ് their കസ്റ്റമേഴ്സ് ഫോർ അലോട്ട്മെൻറ്റ് അറൈസിങ് ഫ്രം ന്യൂ ക്യാപിറ്റൽ ഇഷ്യൂ. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പുതിയ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ മേക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അലോട്ട്മെൻറ്റ് അറൈസിങ് ഫ്രം ന്യൂ ക്യാപിറ്റൽ ഇഷ്യൂ. ന്യൂ ക്യാപിറ്റൽ ഇഷ്യൂസ് വേണ്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് അറൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ മേക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി കളക്ഷൻ ഓഫ് ഡിവിഡൻഡ് ഓൺ ഷെയർസ് ആൻഡ് ഇൻട്രസ്റ്റ്. ഷെയർസിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ഒക്കെ ഡിവിഡൻഡ് കളക്ട് ചെയ്യുന്നു. റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ. റെമിറ്റൻസ് ഓഫ് ഫണ്ട് കേട്ടോ. ഇനി ഇൻകം ടാക്സ് കൺസൾട്ടൻസി, പ്രിപ്പയറിംഗ് ഇൻകം ടാക്സ് റിട്ടേൺസ്, ക്ലെയിമിംഗ് ടാക്സ് റീഫണ്ട് എക്സെട്ര ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ. കസ്റ്റമർക്ക് വേണ്ടി ഇൻകം ടാക്സിൻ്റെ എന്ത് കേസ് വന്നാലും അത് എന്തിൽ വരും? ഏജൻസി സർവീസസ് ആണ്. ഓക്കെ. ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫോർ ദ കസ്റ്റമർ. കസ്റ്റമർക്ക് വേണ്ടി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലും അതൊരു ഏജൻസി സർവീസാണ്. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റി ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. സെക്യൂരിറ്റി എന്ത് ചെയ്യാണ്? പർച്ചേസും സെയിലൊക്കെ ചെയ്യുകയാണെങ്കിലും എന്താണ്? അതും ഒരു ഏജൻസി സർവീസ് ആണെന്നാണ് പറയുന്നത്. പേയ്മെൻറ്റ് ആൻഡ് കളക്ഷൻ ഓഫ് സാലറീസ് ഫോർ ദ കസ്റ്റമർ. എന്ത് ചെയ്യുന്നത്? പേയ്മെൻറ്റ് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. സാലറിയിലെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് സാലറി കളക്ട് ചെയ്യുന്നു, പേയ്മെൻറ്റ് നടത്തുന്നു. ഇനി പേയ്മെൻറ്റ് ആൻഡ് കളക്ഷൻ ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ഫോർ ദ കസ്റ്റമർ. ഇൻഷുറൻസ് പ്രീമിയം കളക്ട് ചെയ്യുന്നതും പേയ്മെൻറ്റ് നടത്തുന്നതും എന്തിൽ വരും? ഏജൻസി സർവീസസ് ആണ്. അപ്പോൾ ഓർക്കുക, സാലറി, ഇൻഷുറൻസ് പ്രീമിയം കളക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, അതുപോലെ പേയ്മെൻറ്റ് ഓഫ് ഫീസ്, പിന്നെ അതേപോലെ തന്നെ മെമ്പർഷിപ്പിൽ വരുന്ന കാര്യങ്ങൾ അല്ലേ, ലൈബ്രറീസിൻ്റെ ക്ലബിൻ്റെയൊക്കെ മെമ്പർഷിപ്പിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നതും ഒക്കെ എന്തിൽ വരും? ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ എന്ന് കണ്ടാൽ ഏജൻസി സർവീസസിനെ കൊടുക്കുക. ഓക്കെ. പേയ്മെൻറ്റ് ആൻഡ് കളക്ഷൻ ഓഫ് ഫീസ്, പെൻഷൻ, റെൻറ്റ്, ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് എക്സെട്ര. ഫീസും പെൻഷനും റെൻ്റൊക്കെ പേയ്മെൻറ്റ് നടത്തുന്നതും കളക്ട് ചെയ്യുന്നതും ഒക്കെ എന്താണ്? ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ എന്ന് കണ്ടുകൊണ്ട് ഏജൻസി സർവീസസ് ആണ്. ആക്ടിങ് ആസ് ആൻ അറ്റോർണി ഫോർ കളക്ഷൻ ഓഫ് റെൻറ്റ്, ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ് എക്സെട്ര. ഒരു അറ്റോർണി ആയിട്ട് ആക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? റെൻറ്റ് കളക്ട് ചെയ്യാനും ഡിവിഡൻറ്റ് കളക്ട് ചെയ്യാനും ഒക്കെ ആണെങ്കിൽ അതെന്തിൽ വരും? ഏജൻസി സർവീസസ് ആണ്. ഓക്കെ. ഇനി പവർ ഓഫ് അറ്റോർണി എന്താണെന്ന് നോക്കാം കേട്ടോ. പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലീഗൽ ഇൻസ്ട്രുമെൻറ്റ് വെയർ ബൈ വൺ പേഴ്സൺ ഗീവ്സ് അനദർ പേഴ്സൺ ദ അതോറിറ്റി ടു ആക്ട് ഓൺ ഹിസ് ഓർ ഹെർ ബിഹാഫ് ആസ് ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ടു മേക്ക് ബൈൻഡിങ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഓൺ ഹിസ് ഓർ ഹെർ ബിഹാഫ്. ഓക്കെ. എന്താ പറയുന്നത്? ഇതൊരു ലീഗൽ ഇൻസ്ട്രുമെൻ്റ് ആണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പവർ ഓഫ് അറ്റോർണീനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ലീഗൽ ഇൻസ്ട്രുമെൻ്റ് ആണെന്നാണ് പറയുന്നത്. എന്താ ചെയ്യുന്നത്? വൺ പേഴ്സൺ ഗീവ് അനദർ പേഴ്സൺ അതോറിറ്റി ടു ആക്ട് ഓൺ ഹിസ് ഓർ ഹെർ ബിഹാഫ് ആസ് ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. ഒരാൾ മറ്റൊരാൾക്ക് അനുവാദം നൽകുകയാണ്.
എന്തിനു വേണ്ടിയിട്ട്? ലീഗൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആക്ട് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്ന ഒരു ലീഗൽ ഇൻസ്ട്രുമെൻ്റ് ആണ് പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പവർ ഓഫ് അറ്റോർണി മേ ബി ജനറൽ പവർ ഓഫ് അറ്റോർണി ഓർ ലിമിറ്റഡ് പവർ ഓഫ് അറ്റോർണി. രണ്ട് തരം പവർ ഓഫ് അറ്റോർണി ഉണ്ട്. ഒന്ന് ജനറൽ പവർ ഓഫ് അറ്റോർണി ഉണ്ട്, ലിമിറ്റഡ് പവർ ഓഫ് അറ്റോർണി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പവർ ഓഫ് അറ്റോർണി തന്നെ കുറച്ച് അവകാശങ്ങൾ മാത്രം കൊടുക്കുകയാണ്, ലീഗലി കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള അവകാശമാണ് കൊടുക്കുന്നതെങ്കിൽ ലിമിറ്റഡ് എന്ന് പറയാം അല്ലെ. ജനറൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ അധികാരവും കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ജനറൽ പവർ ഓഫ് അറ്റോർണി എന്ന് പറയും. ഇനി ആക്ടിങ് ആസ് ട്രസ്റ്റി, എക്സിക്യൂട്ടർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. ഈ പവർ ഓഫ് അറ്റോർണി കൊണ്ടുള്ള ഇതെന്താണ്? ഇവർ ട്രസ്റ്റി ആയിട്ടും എക്സിക്യൂട്ടർ ആയിട്ടും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ട്രസ്റ്റി, എക്സിക്യൂട്ടർ, അഡ്മിനിസ്ട്രേറ്റർ ഇതൊക്കെ ആരാ നോക്കാം. ഓക്കെ, ട്രസ്റ്റി ആരാ നോക്കാം. ദ പേഴ്സൺ ഹൂ ഹോൾഡ് ദ പ്രോപ്പർട്ടി ഫോർ ദ ബെനിഫിഷ്യറീസ് ഈസ് നോൺ ആസ് ട്രസ്റ്റി. എന്താ പറയുന്നത്? ഒരാൾക്ക് വേണ്ടിയിട്ട്, ഒരു ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ട് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയെ ആണ് നമ്മൾ എന്ത് പറയുക? ട്രസ്റ്റി എന്ന് പറയാം. ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിക്കുകയാണ്. നീ ഈ സ്ഥലം നോക്കിക്കോണം എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് എന്ത് വിളിക്കാം? ട്രസ്റ്റി എന്ന് വിളിക്കാം. ഓക്കെ, ഇനി എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ മേ മേക്ക് വിൽ എക്സ്പ്രസിങ് ഹിസ് ഇൻറ്റൻഷൻ റിഗാർഡിങ് ഡിസ്പോസൽ ഓഫ് ഹിസ് പ്രോപ്പർട്ടീസ് ആഫ്റ്റർ ഹിസ് ഡെത്ത്. എന്താ പറയുന്നത്? എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വില്ല് എന്ത് ചെയ്യാണ്? വേണ്ട എല്ലാ സാധനത്തിൻ്റെ അധികാരം എന്ത് ചെയ്യുക? മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം എന്ന് പറഞ്ഞ് അധികാരം ഏൽപ്പിക്കുന്നതിനെയാണ് നമുക്ക് എക്സിക്യൂട്ടർ എന്ന് പറയാം. മരിച്ചു കഴിഞ്ഞാൽ ഏൽപ്പിക്കുന്നതാണ് അല്ലേ. മേക്ക് എ വിൽ എക്സ്പ്രസിങ് ഹിസ് ഇൻറ്റൻഷൻ റിഗാർഡിങ് ഡിസ്പോസൽ ഓഫ് ഹിസ് പ്രോപ്പർട്ടീസ് ആഫ്റ്റർ ഹിസ് ഡെത്ത്. ദ പേഴ്സൺ ഹൂ മേക്ക് ദ വിൽ ഈസ് കോൾഡ് എ ടെസ്റ്റേറ്റർ. ആരാണോ ഇങ്ങനെ അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തെ നമുക്ക് ടെസ്റ്റേറ്റർ എന്ന് വിളിക്കാം. ബാങ്കർ ഹൂ ഡിസ്പോസസ് ദ പ്രോപ്പർട്ടി അക്കോർഡിംഗ് ടു വിൽ ഈസ് ദ എക്സിക്യൂട്ടർ. എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ബാങ്കർ ഡിസ്പോസ് ചെയ്യുക പ്രോപ്പർട്ടി ഇനി ആൾക്ക് ഏൽപ്പിച്ചു കൊടുത്തല്ലോ, അദ്ദേഹത്തെ നമുക്ക് എന്ത് പറയാം? എക്സിക്യൂട്ടർ എന്ന് പറയാം. അപ്പം ടെസ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളും ആർക്കാണോ കൊടുക്കുന്നത് അദ്ദേഹത്തെ എക്സിക്യൂട്ടർ എന്നും വിളിക്കാം. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേറ്റർ ആണ്. എ പേഴ്സൺ ഡൈസ് വിതൗട്ട് മേക്കിംഗ് എ വാലിഡ് വിൽ. എ പേഴ്സൺ ഈസ് അപ്പോയിന്റഡ് ബൈ ദ കോർട്ട് ടു അഡ്മിനിസ്റ്റർ ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡിസീസ്ഡ് നോൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, പഠിച്ചില്ല, പഠിക്കാൻ പോവുക. എന്താണെന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞു, പക്ഷെ അദ്ദേഹത്തിൻ്റെ വില്ലൊന്നും ആരെ ഏൽപ്പിച്ചിട്ടില്ല, അധികാരങ്ങളൊന്നും ആരെ ഏൽപ്പിച്ചിട്ടില്ല നോക്കാനുള്ളതൊന്നും. അപ്പം എന്ത് ചെയ്യാണ്? കോടതി ഒരാളെ ഇതിനു വേണ്ടി നിയമിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് എന്ത് പറയാം? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയാം. അഡ്മിനിസ്റ്റർ ദ പ്രോപ്പർട്ടി അക്കോർഡിംഗ് ടു ലോ. നിയമപ്രകാരം എന്ത് ചെയ്യുന്നു? ഈ അഡ്മിനിസ്ട്രേറ്റർ ഈ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നതിനെയാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ ആരാണോ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത് അദ്ദേഹത്തെ ട്രസ്റ്റി എന്ന് വിളിക്കാം. എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞാലോ ഒരാൾ മറ്റൊരാൾക്ക് അധികാരം കൊടുക്കുകയാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തോണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുക? എക്സിക്യൂട്ടർ എന്ന് പറയാം. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ കോടതി ഒരാളെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം ഏൽപ്പിക്കാൻ പറ്റിയില്ല, അദ്ദേഹം മരിച്ചുപോയി. അപ്പം അദ്ദേഹത്തിന് പകരം കോടതി ഒരാളെ നിയമിക്കുന്നതിനാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും നന്നായി ക്ലാസ് കാണുക കേട്ടോ. ഏജൻസി സർവീസസ് ഒക്കെ എന്നോട് നന്നായി നോക്കി പോവാം കേട്ടോ. ഓക്കെ, താങ്ക് യു.